ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വയനാട്ടിൽ നിന്ന് സഡൻലി നമ്മൾ മൈസൂർക്ക് വിട്ട ഒരു കാര്യമായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 7:30-8 മണിയായപ്പോഴേക്കും മൈസൂർ എത്തിയിട്ടോ. നല്ല ടൈമായിരുന്നു ഞങ്ങൾ എത്തിയത്. കാരണം വേറൊന്നുമല്ല, മൈസൂർ ഇപ്പോൾ ദസറ നടക്കുന്നതുകൊണ്ട് തന്നെ മൈസൂർ ഫുള്ള് ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുള്ള് രാത്രി അത് കൂടെ കറങ്ങി നടന്നു കേട്ടോ. നേരെ ഞങ്ങൾ റൂമിലേക്ക് വിട്ടു കേട്ടോ. റൂമിലെത്തിയതും ഫ്രഷ് ആയത് ഒറ്റ കിടത്ത. പിന്നെ പൊന്തിയത് രാവിലെയാണ്, നേരത്തെ പോരണ്ടേ, അതുകൊണ്ട് തന്നെ വേഗം കടന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ പോകുന്നത് ചാമുണ്ടേശ്വരി ടെമ്പിളിലോട്ടാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ ഈ അമ്പലം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദേവിക്ക് വേണ്ടിയിട്ട് കൊട്ടയിൽ തേങ്ങ, പട്ട്, വള, പൊട്ട്, പിന്നെ സിന്ദൂരം, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ അതിൽ നിന്ന് ഒന്ന് വാങ്ങിയിട്ടോ ദേവിക്ക് കൊടുക്കാൻ വേണ്ടി. നമ്മളത് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് പ്രസാദം തരും കേട്ടോ. ഇവിടുത്തെ പ്രസാദം എന്താണെന്നറിയോ? ലഡു ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ലഡു ആണ് കേട്ടോ. എന്ത് വലിയ ലഡു ആയിരുന്നു എന്നറിയോ. അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു. ഒടുക്കത്തെ വിശപ്പായിരുന്നു പറഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പായിരുന്നു. സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് വേറെ എങ്ങോട്ടല്ല, മൈസൂർ സൂ കാണാനാണ് കേട്ടോ. സൂ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഭയങ്കര വലിയ സൂ ആയിരുന്നു. നടന്ന് മനുഷ്യൻ്റെ പരിപ്പിളകി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയത് ഏകദേശം നല്ല സമയമായതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, മൃഗങ്ങളെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. എന്താ രാശിയില്ലേ, ആകെ നീച്ചിരുന്ന ആൾ ഗൊറില്ല മാത്രമായിരുന്നു കേട്ടോ. ആളാണെങ്കിൽ നല്ല ഫുഡ് അടിയിലായിരുന്നു കേട്ടോ. പുലിയും സിംഹത്തിൻ്റെ വയറ്റിലൊന്നും ഒരു സാധനമല്ല, ഒക്കെ വയറ് ഒട്ടിയിരിക്കുകയായിരുന്നു. എന്താ അവർ ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഫ്ലവർ ഷോ കാണാനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട്. പൂക്കൾ വെച്ചിട്ട് മൈസൂർ പാലസ്, ആന, എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ബൃന്ദാവൻ ഗാർഡനിലോട്ട് പോയിട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് മൈസൂരിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ബൃന്ദാവൻ ഗാർഡൻ ആട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ വീശുകൊണ്ട് അവിടെ കുറേ നേരം ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. മൈസൂർ ദസറ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും സ്റ്റേജും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ലാസ്റ്റായി ഞങ്ങൾ പോയത് ഈ ഒരു ചർച്ചിലോട്ടാണ് കേട്ടോ. ഭയങ്കര പഴക്കം ചേർന്ന ഒരു ചർച്ചാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. സമയം വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.